ഇന്ന് ശിവരാത്രിയാണല്ലേ ഫ്രണ്ട്സ്. എല്ലാവരും ഉപവാസവും പ്രാർത്ഥനയുമായി കഴിയുന്ന ദിവസം. ഈ ദിവസത്തിൽ നമുക്ക് നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയാലോ. നമഃശിവായ എന്നത് ഏറ്റവും വിശുദ്ധമായ ശൈവ മന്ത്രങ്ങളിലൊന്നാണ്. ഇതിനെ പഞ്ചാക്ഷരി മന്ത്രം എന്നും വിളിക്കുന്നു. എന്തുകൊണ്ടാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് വിളിക്കുന്നത്? ന മ ശി വാ യ എന്ന 5 അക്ഷരങ്ങൾ അതിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ നമഃശിവായ എന്ന വാക്കിനെ പഞ്ചാക്ഷരി മന്ത്രം എന്ന് വിളിക്കുന്നത്. ഇതിൽ വാക്കുകളുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ നമ എന്നാൽ വന്ദനം, വിനയം, എനിക്ക് സ്വന്തം ഒന്നുമില്ല, ഞാൻ സമർപ്പിക്കുന്നു എന്നതാണ് അർത്ഥം വരുന്നത്. ശിവായ എന്നാൽ ശിവനോട് അല്ലെങ്കിൽ ശിവന് വേണ്ടി എന്നതാണ്. ആകെക്കൂടെ അർത്ഥം നോക്കുകയാണെങ്കിൽ ശിവനോട് ഞാൻ വിനയത്തോടെ വണങ്ങുന്നു, അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം സമർപ്പിച്ച് ശിവനെ ഞാൻ വണങ്ങുന്നു എന്നുള്ളതാണ്. ആത്മീയമായ അർത്ഥം നോക്കുകയാണെങ്കിൽ ശിവ ഹിന്ദുമതത്തിൽ പരമശക്തിയുടെ പ്രതീകമാണ്. നമഃശിവായ എന്ന മന്ത്രം മനസ്സിനെ ശുദ്ധമാക്കാൻ സഹായിക്കുന്നു, അഹങ്കാരത്തെ ലയിപ്പിക്കുന്നു, ആത്മശാന്തിയും ആത്മബോധവും നൽകുന്നു. ഇന്നത്തെ ഈ പുണ്യ ദിവസത്തിൽ എൻ്റെ അമ്മ കുഞ്ഞുനാളിൽ ചൊല്ലിത്തന്ന നമഃശിവായ കീർത്തനം ഒന്ന് കേട്ടു നോക്കിയാലോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. നമഃശിവായ ആദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുദിപ്പതിനനുഗ്രഹിക്കവാണിയും നമഃശിവായ പാർവതീശ പാപനാശന ഹരേ. മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണം മനഃപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും. മുഴുത്തു വന്ന വ്യാധി വേരറുത്തു ശാന്തി നൽകുവാൻ നമഃശിവായ പാർവതീശ പാപനാശന ഹരേ. ശിവായ നാമമോതുവാൻ എനിക്കനുഗ്രഹിക്കണം, ശിവാകൃപാകടാക്ഷമറ്റെനിക്കുമില്ലൊരാശ്രയം. ശിവായ ശംഭുവിൻ പദാരവിന്ദമോടു ചേർക്കണം, നമഃശിവായ പാർവതീശ പാപനാശന ഹരേ. വലിയ മാമല മകളെ വാമഭാഗി വെച്ചതും വഴിയൊടു പകുത്തു പാതി ദേഹവും കൊടുത്തതും വടിവൊടങ്ങു ഗംഗ ചന്ദ്രമൗലിയിൽ ധരിച്ചതും നമഃശിവായ പാർവതീശ പാപനാശന ഹരേ. യമൻ വരുന്ന നേരമങ്ങെനിക്കു പേടി പോകുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയോടെ യമനെയൊന്നു നോക്കണം, ഇണങ്ങി നിന്ന ദേഹി ദേഹമോടു വേർപെടുമ്പോഴും നമഃശിവായ പാർവതീശ പാപനാശന ഹരേ. ഈ 5 അക്ഷരങ്ങളുടെ ഗഹനാർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ന എന്നാൽ ഭൂമി എന്നുള്ളതാണ് കേട്ടോ. മ എന്നാൽ ജലം, ശി എന്നാൽ അഗ്നി, വാ എന്നാൽ വായു, യ എന്നാൽ ആകാശം. ഇതാണ് നമഃശിവായ എന്ന 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവ ചേർന്നാലാണ് സകല സൃഷ്ടിയും, അതായത് ഈ മന്ത്രം മുഴുവൻ ബ്രഹ്മാണ്ടത്തെ ഉൾക്കൊള്ളുന്ന ശക്തിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഭഗവാൻ അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ. ഓക്കെ, ബൈ.